നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനുള്ളത് ലോവർ പരൽ മുംബൈയിലെ ഫീനിക്സ് പലേഡിയം മോളിലാണ്. ഇപ്പോൾ ഈ മോളിൻ്റെ അകത്താണ് PVR ഐക്കൺ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ മോൾ പ്രത്യേകതരം മോളാണ്. ആദ്യം ഒരു ബിൽഡിംഗ് കയറി ഇറങ്ങി, പിന്നെ ഒരു വഴി കൂടെ നടന്ന്, പിന്നെ ഒരു മോളിനകത്ത് കൂടെ കയറി ഇറങ്ങി അടുത്ത ബിൽഡിംഗ് എത്തുമ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ തിയേറ്റർ പോലെയാണ് PVR ഐക്കൺ ആക്ച്വലി ഇരിക്കുന്നത്. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ആക്ച്വലി ഇവിടെയാണ് IMAX ഉള്ളത്. ഇവിടെ വേറെ സ്ക്രീനുകളുണ്ട്. ഇത് ആക്ച്വലി 2013 ഓപ്പൺ ചെയ്തതാണ് ഡ്യുവൽ 2K സീനായിട്ട്. പിന്നെ 2019 കോവിഡിന് മുമ്പ് കോള IMAXിലേക്ക്, അതായത് കൊമേഴ്ഷ്യൽ ലേസർ IMAXിലേക്ക് ഇത് കൺവേർട്ടായി. ഇത് കൂടാണ്ട് PVR സെലക്ട് സിറ്റിവർക്ക് ഡൽഹി മാത്രമാണ് കോള IMAX ഉള്ളത്. കൊമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ടറുള്ള 2 IMAXുകളുള്ളൂ. അതിലൊരെണ്ണം ഈ മുംബൈയിൽ ഈ കാണുന്ന പലേഡിയം മാളുള്ളതും, പിന്നെയുള്ളത് PVR സെലക്ട് സിറ്റിവർക്ക് ഡൽഹിയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര പോഷായിട്ടുള്ളൊരു PVR ആണ്. ഭയങ്കര അടിപൊളിയാണ്, നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ ഇത് 3ാമത്തെ ഫ്ലോറിലാണ് IMAX. ഇപ്പോൾ താഴത്ത് തന്നെ കണ്ടില്ല, നിങ്ങൾക്ക് അവിടെ കൂടി കയറാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല പോഷായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞാൽ മേലെ ലൈബ്രറി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സീറ്റ് തിന്നാനുള്ള ഏരിയാസും മറ്റും വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസീവാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആംബിയൻസ്. ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡലോൺ തിയേറ്റർ പോലെയാണ് സത്യം പറഞ്ഞാൽ ഇതിരിക്കുന്നത്. അതിങ്ങനെ വേറൊരു ബിൽഡിംഗ് പോലെ ഇരിക്കുന്നത് പേഴ്സണൽ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു മോളുടെ ബിൽഡിങ്ങിനകത്ത് ഏറ്റവും മേലെ ഇരിക്കുന്നതിനേക്കാളും രസമാണിത്. അപ്പോൾ നമ്മൾ 3rd ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലാണ് IMAX ഉള്ളത്. IMAX വിത്ത് ലേസർ ബ്രാൻഡിങ് പൊതുവേ ഇപ്പോൾ കോള IMAXിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ അതും കാണിക്കാറില്ല. അപ്പോൾ അവർക്ക് അതിന് വേണ്ടി തന്നെ IMAXിന് വേണ്ടി തന്നെ വേറൊരു സിറ്റ് വെയിറ്റിംഗ് ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IMAXിൻ്റെ പ്രത്യേകതകളൊക്കെ ആയിട്ട് ബോക്സുകളും മറ്റുമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ LED സ്ക്രീനും ഉണ്ട്, അവിടെ അതിൻ്റെ പരസ്യമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഇതാണ് ഇവിടുത്തെ IMAX. അതായത് ഇവിടെ ആക്ച്വലി ഒരു 402 സീറ്റുകളോളം ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ IMAX പ്രൊജക്ടർ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലാൻഡ് ആയിരിക്കുന്നുണ്ട്. പിന്നെ നല്ല കർവ്, സീറ്റിൻ്റെ ചെറിയ കർവൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ GT IMAXിൻ്റെ സ്മോളർ വെർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ. പിന്നെ സീറ്റ്സും സാധാരണ ഞാനിപ്പോൾ കണ്ട IMAXിനെ പോലെ സീറ്റുകളല്ല. ഇത് ബെസ്റ്റ് സീറ്റുകളൊന്നുമല്ല, ബട്ട് ബെറ്റർ ദാൻ നോർമൽ സീറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് പഴയ IMAXിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുറകിലത്തെ സ്പീക്കേഴ്സ് ഇപ്പോഴും പഴയ സ്പീക്കേഴ്സാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 12 ചാനൽ സൗണ്ട് ആഡ് ചെയ്തു. മുംബൈയിലുള്ള ഏക 12 ചാനൽ IMAX ഇത് മാത്രമാണ്. നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാം, സൈഡിലും മേലെയൊക്കെ ആയിട്ട് 12 ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് IMAX സ്പീക്കേഴ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ റിക്ലൈനേഴ്സൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ സിനിമ കാണാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കണ്ട മുഫാസ തന്നെയാണ് കാണാൻ വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ കോള കൊമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ഷൻ. കൊമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3D അവർ ഡ്യുവലായിട്ടാണ് കാണിക്കുന്നത്. അതായത് 2 ലെൻസ് ഉണ്ട് ഒറ്റ പ്രൊജക്ടറാണെങ്കിലും. അപ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സിംഗിൾ ലേസർ IMAX വേർഷൻ കൊമേഴ്ഷ്യൽ ലേസറാണ്. ലേസർ എക്സ്ട്രീം കൊമേഴ്ഷ്യൽ ലേസറിന് കമ്പാരിസൺ പോലും ഇല്ല. കിട്ടിലും കോൺട്രാസ്റ്റും കിട്ടിലും കളേഴ്സുമാണ് കൊമേഴ്ഷ്യൽ ലേസറിനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പോലും വിചാരിച്ചില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഞാൻ സിനിമ കാണുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തലയൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം സ്ലാൻഡും ഹൈറ്റൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ചിലവർ എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞ് കണ്ടു, ചിലപ്പോഴൊക്കെ ആൾക്കാരുടെ തല ഡിസ്റ്റർബൻസ് ആവുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ അവിടെ വന്നപ്പോൾ ആകെ 3-4 പേര് സിനിമ കാണുന്നുണ്ടാവുള്ളൂ, എന്നെ കൂടെ കൂട്ടിയിട്ട്. അത്രയും കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ഇതിപ്പോൾ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ 63 ഫീറ്റുള്ള സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഇത് ആക്ച്വലി കറക്റ്റ് 1.9:1 അല്ല സ്ക്രീൻ. കാരണം നിങ്ങൾക്ക് കാണാം ഈ സ്കോപ്സ് സിനിമ പ്ലേ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബ്ലാക്ക് ബാർ കുറവാണ്. കാരണം ഇതൊരു പെർഫെക്റ്റ് 1.9:1 സ്ക്രീൻ അല്ലാത്തതുകൊണ്ടാണത് സത്യം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്കോപ്പ് സിനിമകൾ കാണാൻ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ 1.90 സിനിമകൾ കാണുമ്പോൾ ഇത്രയും ചിലപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല. പക്ഷേ ഞാൻ പറയുവാണ്, നിങ്ങൾ കാണാൻ പോലും ഭയങ്കര സംഭവം ഉണ്ടാണ്. ഇത് ഈ 2 മേലെ കിടന്ന സ്പീക്കേഴ്സ് ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് 12 ചാനലിൽ ഇവിടെ. അത് ഇങ്ങനെ ബ്രൈറ്റനാക്കി ഞാൻ ഒരു വിധമാണ് ഫോട്ടോ എടുത്തത് നൈറ്റ് മോഡൊക്കെ ഇട്ടിട്ട്. ഇതാണ് ആ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റുന്ന 12 ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള സ്പീക്കർ പാക്കേജുള്ള IMAX ബ്രാൻഡിങ് ഉള്ള സ്പീക്കേഴ്സ്. ഞാൻ മുഫാസ ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഞാൻ പറയുവാണ്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയ ഇവിടെയാണ്. കിടിലം പിക്ചർ ക്വാളിറ്റി, കളറ് ബെസ്റ്റ്. 3D ആണെങ്കിലും കോളയാണ്. XT ആണെങ്കിൽ ചെറുതായിട്ട് തല ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കളർ ഷിഫ്റ്റ് കാണാം. അതൊന്നും ഇവിടെ ഇല്ല 3Dയിൽ. പിന്നെ മറ്റേ സൗണ്ട് ആണെങ്കിൽ ഇവിടെയായിരുന്നു എനിക്ക് ഏറ്റവും ബെസ്റ്റ് സൗണ്ട് കിട്ടിയ മുഫാസ. കാരണം മുഫാസ ഒരു 12 ചാനൽ സൗണ്ട് മിക്സ് ഉള്ള സിനിമയായിരുന്നു. ഇത് ഞാൻ പ്രൊജക്ട് ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചാണ്. ഡ്യുവൽ ലെൻസ്, ഇങ്ങനെ ഡ്യുവൽ ലെൻസ് ഉള്ളത് കൊമേഴ്ഷ്യൽ ലേസറിന് മാത്രമാണ്. നമ്മുടെ XTക്ക് സിംഗിൾ ലെൻസാണ്. അതുകൊണ്ടാണോ 3D ഇത്ര അടിപൊളിയെന്ന് എനിക്ക് അറിയില്ല. 3D ഓൾമോസ്റ്റ് പെർഫെക്റ്റ് 3D ആയിരുന്നു ഈ കൊമേഴ്ഷ്യൽ ലേസറിൻ്റെ.
ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു എക്സ്പീരിയൻസിൽ. കാരണം ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക്. LED അത്രയും കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐമാക്സിൽ ഒരെണ്ണമായി ലോവർ പാരലിലെ ഈ ഐമാക്സ് മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ആകെ ഇത്രയും പേര് സിനിമ കാണാനുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഇപ്പോൾ ഇതാണ് ഒരു ആക്ച്വലി എനിക്ക് എൻ്റെ FOV എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞാൽ ബാക്കിലോട്ട് എത്തുന്ന റൂഫും സീറ്റുകളും നമ്മൾ ഹൈറ്റ് വല്ലാണ്ട് ചെറുതായിട്ട് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും ഈ റിക്ലൈനസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് ഭയങ്കര നമുക്കൊരു കുറവായിട്ട് തോന്നും, കാരണം നമ്മൾ പ്രൊജക്ടിൻ്റെ ഇത്ര അടുത്താണ് അങ്ങനെയൊക്കെ. അല്ലാണ്ട് പേഴ്സണലി എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് താൽക്കാലം തലയോ അതൊന്നും പ്രശ്നമില്ല. സീറ്റും ഡിസ്റ്റർബ് ആയത് 3D ഗ്ലാസ് പിന്നെ സിമിലർ ആണ് എല്ലായിടത്തും, അതിനൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാലും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സീറ്റ്സ് ഞാൻ ഗംഭീരമൊന്നും പറയില്ല, സീറ്റ്സ് ഒരു ഡീസൻറ്റ് സീറ്റ്സ് ആയിരുന്നു. കാരണം ഇതിനേക്കാൾ ബെറ്റർ സീറ്റ്സ് നമ്മുടെ PXL ഉള്ള ഫർക്കോ സീറ്റ്സ് ഒക്കെ തന്നെയാണ്. ഒരു എബോ ആവറേജ് സ്റ്റീപ്നെസ് ഉള്ള സീറ്റിംഗ് അറേഞ്ചാണ് അതിന്. പക്ഷേ ഞാൻ സ്ക്രീനിൽ ചെറുതായിട്ട് സ്ക്രാച്ചസ് കണ്ടിരുന്നു. അതൊക്കെ ശരിക്കും ഒരു അപ്ഡേറ്റ് ചെയ്യാനാണ് ഇവരുടെ പ്രീമിയം ഐമാക്സ് സ്ക്രീൻ ആകുമ്പോൾ. അതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അത് ഞാൻ സാമ്പിൾസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം, കളർ കണ്ടില്ലേ, ഈ സിംഹത്തിൻ്റെ കളർ ഇത്രയും കറക്റ്റായിട്ടല്ല ലേസർ എക്സിൽ നമുക്ക് കിട്ടുന്നത്. ഗ്ലാസ് വെച്ചാലും ഗ്ലാസ് വെച്ചില്ലെങ്കിലും നമുക്ക് ഈ ഒരു കളർ എഫക്റ്റ്, പെർഫെക്റ്റ് കളർ കാലിബ്രേഷൻ നമുക്ക് ആക്ച്വലി കോളിൽ കിട്ടും. ആ കോൺട്രാസ്റ്റും കൂടി വരുമ്പോൾ അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾക്ക് അത് എത്ര നന്നായിട്ട് കിട്ടുന്നുള്ള. ഇപ്പോൾ നോക്കുക, എൻ്റെ ഫ്രണ്ടിൽ ഒരാളിലുണ്ട്, അയാളുടെ തല എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്. ഞാൻ എൻ്റെ പുറകിലുള്ള ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാനാണ് ക്യാമറ താഴ്ത്തി വെച്ചെടുത്ത ഫോട്ടോ ആയിട്ടാണ് സീറ്റ്സ് വന്നത്. പക്ഷേ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്കിത് ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. മുംബൈയിലെ ഏറ്റവും ബെസ്റ്റ് ഐമാക്സ് പേഴ്സണലി എനിക്ക് ഇത് തന്നെയാണ് തോന്നിയത്. ഞാൻ നിങ്ങൾക്ക് രണ്ട് സാമ്പിൾ വീഡിയോസും കൂടി ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ. Of seeing everything but yourself. What is this? What is this, Sarabi? There is a civet in the snow, right where you said it would be. And you smelled the outsiders on the wind, which means you're the one who smelled the flowers on my fur. It was... സോ പ്രൊജക്ഷനും സൗണ്ടും ഇത്ര അടിപൊളിയാണ്ട് പേഴ്സണലി ഇതെൻ്റെ ഇപ്പോൾ ഫേവറേറ്റ് ഐമാക്സിൽ ഒരെണ്ണമാണ് ഇന്ത്യയിലെ തന്നെ. എന്തായാലും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളും ഇവിടെ വീഡിയോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത്